ജേർണലിസം എന്ന ഡ്രീമുമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആൻഡ്രിയ സാക്സ്. കോളേജ് കഴിഞ്ഞ് ജോബ് തപ്പുന്ന ആൻഡ്രിയ ഫാഷനിൽ ഒരു താല്പര്യവുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഫാഷൻ വേൾഡിന്റെ ബൈബിൾ എന്ന് പറയപ്പെടുന്ന മാഗസീനായ റൺവേ മാഗസീന്റെ എഡിറ്റർ പോസ്റ്റിലേക്ക് അവൾ ജോലിക്കായി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് റൺവേയുടെ ചീഫ് എഡിറ്ററായ മിറാണ്ട പ്രീസ്ലിയാണ്. ഫാഷൻ ഇൻഡസ്ട്രിയിൽ മിറാണ്ട ഒരു ലെജൻഡാണ്. ആയിരക്കണക്കിന് പെൺകുട്ടികൾ സ്വപ്നം കാണുന്ന ജോലിയായിരുന്നാലും ആൻഡ്രിയയ്ക്ക് ഇതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ജേർണലിസത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമായിരുന്നു അവൾക്കിത്. മിറാണ്ട ആൻഡ്രിയയെ തന്റെ സെക്കൻഡ് അസിസ്റ്റന്റായി സെലക്ട് ചെയ്യുന്നുണ്ട്. ജോലിക്ക് കയറിയപ്പോൾ തന്നെ ഇതൊരു നോർമൽ ജോബല്ലെന്ന് ആൻഡ്രിയയ്ക്ക് മനസ്സിലാവുന്നു. മിറാണ്ട വളരെ സ്ട്രിക്റ്റ് ആണ്. ചെറിയ തെറ്റുകൾ പോലും അവൾ ക്ഷമിക്കില്ല. ആൻഡ്രിയയുടെ ഡ്രസ്സിംഗ് സെൻസും ബിഹേവിയറൊന്നും മിറാണ്ടയ്ക്ക് ഇഷ്ടമാവുന്നില്ല. ഓഫീസിൽ അവൾ നിരന്തരം അപമാനിക്കപ്പെടുന്നുണ്ട്. റൺവേയുടെ സീനിയർ ഫാഷൻ എഡിറ്ററായ നൈജൽ ആൻഡ്രിയയെ ഗൈഡ് ചെയ്യുന്നു. ഫാഷനെക്കുറിച്ച് അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. പതിയെ ആൻഡ്രിയ തന്റെ ഡ്രസ്സിംഗ് കോൺഫിഡൻസ്, പ്രൊഫഷണലിസം എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൾ മിറാണ്ടയെ ഇംപ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതേസമയം ആൻഡ്രിയയുടെ പേഴ്സണൽ ലൈഫ് സഫർ ചെയ്യുന്നു. അവൾ ജോലിക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് നെയ്റ്റും ഫ്രണ്ട്സും എല്ലാവരും അവളോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അവളുടെ സ്വഭാവം ആകെ മാറുന്നു. അവൾ ഫ്രണ്ട്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. റൺവേയുടെ ബിഗ്ഗസ്റ്റ് ഇവന്റാണ് പാരീസ് ഫാഷൻ വീക്ക്. മിറാണ്ടയുടെ ഫസ്റ്റ് അസിസ്റ്റന്റായ എമിലിയാണ് പാരീസിൽ പോകേണ്ടത്. പക്ഷെ മിറാണ്ട ആൻഡ്രിയയെ തിരഞ്ഞെടുക്കുന്നു. തന്റെ കരിയർ സക്സസിനായി ആൻഡ്രിയ എമിലിക്ക് പകരം പാരീസിൽ പോകുന്നു. പാരീസിൽ വെച്ച് ആൻഡ്രിയ മിറാണ്ടയുടെ യഥാർത്ഥ പവർ കാണുന്നു. ഫാഷൻ ഇൻഡസ്ട്രിയിൽ ആളുകളുടെ കരിയർ പോലും ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ മിറാണ്ടയ്ക്ക് പറ്റുമെന്ന് ആൻഡ്രിയ മനസ്സിലാക്കുന്നു. കമ്പനി ബോർഡ് മിറാണ്ടയെ ജോലിയിൽ നിന്ന് മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതറിയുന്ന മിറാണ്ട സീനിയർ എഡിറ്ററായ നൈജലിനെ സാക്രിഫൈസ് ചെയ്തു. തന്റെ പൊസിഷൻ സേവ് ചെയ്യുന്നുണ്ട്. മിറാണ്ട തന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണെന്ന് ആൻഡ്രിയയ്ക്ക് അപ്പോൾ മനസ്സിലാകുന്നു. താനും മിറാണ്ടയെ പോലെ സ്വാർത്ഥമായി ചിന്തിച്ച് എമിലിക്ക് കിട്ടേണ്ട അവസരം തട്ടിയെടുക്കുകയാണ് ചെയ്തതെന്ന് ആൻഡ്രിയ ചിന്തിക്കുന്നു. മിറാണ്ട ആൻഡ്രിയയുമായി സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ അവൾ കളയുന്നു. ജോലി രാജിവെക്കുന്നു. റൺവേയിൽ നിന്ന് അവൾ അപ്രത്യക്ഷമാവുന്നുണ്ട്. പിന്നീട് ആൻഡ്രിയ തന്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നു. ഒരു ന്യൂസ് പേപ്പർ കമ്പനിയുടെ ഇന്റർവ്യൂവിന് അവൾ പോകുന്നുണ്ട്. എന്നാൽ അവളെ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് മിറാണ്ട തന്നെയാണ്. അവസാനം ആൻഡ്രിയയും മിറാണ്ടയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ചെറു ചിരികൾ മാത്രമാണ് രണ്ടുപേരുടെയും മുഖത്ത്. അങ്ങനെ ആൻഡ്രിയ അവളുടെ ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ സക്സസിലേക്ക് എത്തുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.